Good afternoon, everyone. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ going to എഴുതരുതേ എക്സ്പ്രഷൻ ആണോ? Yes, miss. Yeah. ഓക്കെ, അപ്പൊ കണ്ടിന്യൂഷൻ എഴുതാം. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതാം കേട്ടോ. എല്ലാം ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലത്തെ എല്ലാ എക്സ്പ്രഷനും ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതാം. എക്സ്പ്രഷൻ ഹാസ് ടു. ഹാസ് ടു. ഓക്കെ, സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ടു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് ഹാസ് ടു പ്ലസ് V1 എന്നാണ് വരിക. ഓക്കെ, ഇവിടെ മീനിങ് വരുന്നത് ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയാണ് കേട്ടോ. ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നാണ്, ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഹാസ് ടുവിന്റെ മീനിങ് വരും. ഓക്കെ, എക്സാമ്പിൾ എഴുതാം. She has to study a lot. She has to study a lot. She has to study a lot എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു മീനിങ് വരാൻ. അവൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. എല്ലാവർക്കും അറിയാലോ അല്ലെ? ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അതെല്ലാം ഒന്നും മറക്കരുത് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് മാത്രമേ നമ്മൾ ഹാസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്, ഹി ഹാസ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് പറയാം. ഓക്കെ, എവരിബഡി ഹാസ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് പറയാം. ഇതൊക്കെ സിംഗിൾ സബ്ജക്റ്റ് ആണ്. സോ ഹാസ് ഇസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ഓക്കെ, ഇനി ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് പറയുന്ന സെന്റൻസില് നമ്മൾ നെഗറ്റീവും ക്വസ്റ്റ്യനും മേക്ക് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിയേ. ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് പറയുന്ന സെന്റൻസിനെ നെഗറ്റീവ്, അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിന് നെഗറ്റീവ് സെന്റൻസ് എന്താ വരാ, എങ്ങനെയാ വരാന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും. പറയൂ. She has int ആണോ? അല്ല, അവിടെ നമുക്ക് ഡസ് വേണം. കാരണം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. അപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയാലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായാലും നമ്മൾ ഡസ് വെച്ചിട്ട് ചോദിക്കുക അല്ലെ? അപ്പൊ ഡസ് വരുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോ she doesn't have to study a lot. ഓക്കെ, ഹാവ് ആണ് വരുന്നത്. ഡസ് വന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തത്. ഡസ് വന്നാല് അതിന് ശേഷം നമ്മൾ ഹാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ she doesn't have to study a lot എന്ന് വരും. She doesn't have to study a lot. അതിനെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുക? അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഇനി അവൾ ഒരുപാട് പഠിക്കേണ്ടതില്ല എന്നാണ് നെഗറ്റീവ്. ക്വസ്റ്റ്യൻ ആണെങ്കിലോ അവൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ടോ അല്ലെ? ആ ഒരു ചോദ്യം വരും. അപ്പൊ Does she have to study a lot? Yeah, correct ആണ്. Does she have to study a lot എന്ന് വരാം. Does she have to study a lot? Yeah, correct ആണ്. ഇനി നമുക്ക് വേണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡസിന്റെ ആവും, ഡസിന് പകരം. അതെ, doesn't she have to study a lot? അപ്പൊ നമ്മള് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, 4 ഫോമും നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഹാസ് വരുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്, ഡസ് വരുന്നതും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ?
ഇനിയിപ്പോ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മേക്ക് ചെയ്യാം. he has to go there, he has to go there, അങ്ങനെ അവിടെ പോകേണ്ടതുണ്ട്. he has to go there. Then നെഗറ്റീവ് ഇങ്ങനെ വരാം, he doesn't have to go there. does he have to go there? doesn't he have to go there? ഓക്കെ, അപ്പോ നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഈ 4 ഫോമിലൂടെ മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാനും പറ്റും. ഇതെല്ലാം അറിയാലോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും, നമുക്ക് അവിടെ നമ്മുടെ മുഖത്ത് അങ്ങനെ വരും, സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹാവ് ടു എഴുതാം. ഹാസ് ടു നമ്മൾ പറഞ്ഞു, ഇനി ഹാവ് ടു. ഹാവ് ടു എന്താ, സ്ട്രക്ചറിലും മീനിങ്ങിലും ചേഞ്ച് ഇല്ല. സ്ട്രക്ചർ ഹാസ് ടു ഉള്ളിടത്ത് ഹാവ് ടു ആയി എന്ന് മാത്രം. മീനിങ്ങും സെയിം തന്നെയാണ്, ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെ ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്, അല്ലെ? സോ നമ്മളിവിടെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആയിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്യാം. അപ്പൊ സെയിം മീനിങ് ആണ്. അപ്പൊ എന്താ പറയാ, എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കി. You have to study a lot. I have to study a lot. Yeah, I have to study a lot. You have to study a lot. എല്ലാം പറയും. ഓക്കെ, ഇനി അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒന്ന് പറഞ്ഞേ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വരാ? സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്തെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പറയൂ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു അല്ലേ യൂസ് ചെയ്യാം? സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്തപ്പോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യാം. അപ്പോ യു ഹാവ് ടു സ്റ്റഡി വെൽ എന്ന് പറയും, സ്റ്റഡി എ ലോട്ട് എന്ന് പറയുമ്പോ നെഗറ്റീവ് യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി എ ലോട്ട്. ക്വസ്റ്റ്യൻ ഡു യു ഹാവ് ടു സ്റ്റഡി എ ലോട്ട്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ don't you have to study a lot? You have to study a lot? You don't have to study a lot? Do you have to study a lot? Don't you have to study a lot? Okay, 4 ഫോം കിട്ടി. ക്ലിയർ ആണോ? മനസ്സിലായോ? Yeah. Any next expression is had to. Had past ഇന്ത്യയാണ്. ഫാസ്റ്റിൽ വരുന്ന ഹാഡ്. ഹാസ് ടു ഹാവ് പറഞ്ഞു, നെക്സ്റ്റ് ഹാഡ് ആണ്. ഹാഡ് ടു സ്ട്രക്ചർ ചെയ്യുമാണ്. ഹാഡ് ടുവിന് പകരം ഹാഡ് ടു ആഡ് ചെയ്യാം. മീനിങ്ങിൽ വരുന്നത് ഇത് പാസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് വരും. അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു, മറ്റത് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പ്രസന്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്. സോ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊരു മീനിങ് ആണ് വരാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എന്താ, ഇവിടെ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടും ഹാഡ് ആയതുകൊണ്ടും നമുക്ക് we can use any subject with had. Okay, then ഇവിടെ do ആണോ does ആണോ did ആണോ നമ്മൾ യൂസ് ചെയ്യാം? Did ആണ്. Did. Yeah, did ആണ്. പാസ്റ്റ് ആയതുകൊണ്ട് did ആണ് യൂസ് ചെയ്യാം. അപ്പോ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. എക്സാമ്പിൾ പറയണം, അതിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും 4 ഫോമും പറയണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. She had to think a lot. Yeah. Did she had to think a lot? Didn't she had to think a lot? അവിടെ മിസ്റ്റേക്ക്. She had to think a lot. Okay, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവിലേക്ക് വരുമ്പോ she didn't had അല്ല വരാ, have ആണ് വരാ. ഈ ഡിഡിനും ഡസിനും ഡൂവിനും ശേഷം എപ്പോഴും ഹാവ് ആയിരിക്കും വരാം.
അവിടെ ഹാഡും ഹാസും വരില്ല. ഈ ഡു ഡസ് ഡിഡിന് ശേഷം വരുന്നത് എപ്പോഴും ഹാവ് ആയിരിക്കും. ഹാവ്, നോട്ട് ഹാസ് ഓർ ഹാഡ്. ഓക്കെ, ഹാവ് ആണ് വരിക. അപ്പോ she didn't have to think a lot. Did she have to think a lot? Didn't she have to think a lot? ഇങ്ങനെയാ വരാ. ഓക്കെ, ക്ലിയർ ആണോ? മിസ്സേ ഡിഡിന്റ് കഴിഞ്ഞിട്ട് ഷീ കഴിഞ്ഞിട്ട് ഹാഡ് അല്ല ഹാവ് ആയിരിക്കും. അതുപോലെ ഡിഡ് ഷീ ഹാവ് ആയിരിക്കും. ഹാവ് ടു തിങ്ക് എ ലോട്ട്. ഓക്കെ മിസ്സേ. സെന്റൻസിൽ ഡിഡ് വന്നാല് പിന്നെ ഹാഡും ഹാസും ഒന്നും യൂസ് ചെയ്യില്ല, ഹാവ് തന്നെയായിരിക്കും. അത് തന്നെയാണ് പ്രസന്റില്. ഡൂവും ഡസും യൂസ് ചെയ്താല് നമ്മള് ഹാസ് ഒന്നും യൂസ് ചെയ്യില്ല, ഹാവ് ആയിരിക്കും യൂസ് ചെയ്യാം. സെന്റൻസിൽ ഡൂവോ ഡസോ ഉണ്ടെങ്കിൽ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അതിപ്പോ സെന്റൻസിൽ ഡിഡോ ഡുവോ ഡസോ ഇത് എന്തുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആയിരിക്കും. ഓക്കെ ഓക്കെ മിസ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ why can't. Why can't means എന്തുകൊണ്ട് കഴിയുന്നില്ല. ക്യാനിന്റെ നെഗറ്റീവ് ആണ് ക്യാൻഡ്, കനോട്ട്. ഓക്കെ, അത് ക്യാൻഡ്. why can't എന്തുകൊണ്ട് കഴിയുന്നില്ല. why can't you work together? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല അല്ലെ? why can't you work together? why can't you stop it? എന്തുകൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? why can't we stop it? അപ്പൊ എന്തുകൊണ്ട് പറ്റുന്നില്ല ഓർ കഴിയുന്നില്ല എന്നാണ് why can't എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ മീനിങ്. ഓക്കെ മിസ്സേ why can't you stop? why can't they stop it? എന്തുകൊണ്ട് അവരിത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല? Then why can't you work together? Then why can't you adjust it? നീ എന്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല? why can't you adjust it എന്നാണ് ചോദിക്കാം. why can't you study well? നിനക്ക് എന്തുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നില്ല? why can't you study well? why can't you go there? നിനക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല? why can't you go there? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എക്സാമ്പിൾസ് വരാം. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? why doesn't or don't. why doesn't or don't. why doesn't or don't. why ക്ക് ശേഷം doesn't or don't യൂസ് ചെയ്യാം. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം രണ്ടും യൂസ് ചെയ്യാൻ. ഓക്കെ, why doesn't or don't. എന്തുകൊണ്ട് ചെയ്യുന്നില്ല, മറ്റേത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണല്ല, ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ്. ഇവിടെ എക്സാമ്പിൾ എന്താ? why doesn't she do it? അവൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? why doesn't she do it? അവൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? why doesn't she do it? then why don't you give it up? അവൻ എന്തുകൊണ്ട് അത് ഗിവ് അപ്പ് ചെയ്യുന്നില്ല? why don't you give it up? why don't they respect him? why don't they respect him? അവൻ എന്തുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല? why don't they respect him? മിസ്സേ റെസ്പെക്ട് ഹിം ആണോ? ഹിം HIM. അതെ, മിസ്സേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഡസിന്റ് വന്നത് ഷീ ആയതുകൊണ്ടും അതുപോലെ തേയുടെ കൂടെ ആയതുകൊണ്ട് അത് പ്ലൂറൽ ആയതുകൊണ്ട് ഡോണ്ടും അല്ലെ മിസ്സേ? അതെ.
സിംഗുലറിന്റെ കൂടെ ഡച്ചും പ്ലൂറലിന്റെ കൂടെ ഡൂവും ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോഴും പഠിച്ചു വെക്കാൻ നല്ലതാണ്. അങ്ങനെ വരുന്ന മിസ്റ്റേക്സ് ആണ് കൂടുതലും വരിക. ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ചെയ്യുക. ഹൗ കം. ഹൗ കം എങ്ങനെ സംഭവിച്ചു എന്നാണ് മീനിങ്. ഹൗ കം എങ്ങനെ സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു. അതൊരു നമ്മള് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റോ ഒരു ആകാംക്ഷയോടൊക്കെ നമ്മൾ ചോദിക്കില്ലേ, ഷോക്കിംഗ് ആയിട്ടോ അയ്യോ അതെങ്ങനെ സംഭവിച്ചു അയ്യോ അതെങ്ങനെ സംഭവിച്ചു, ഒക്കെ എന്ത് പറ്റി, അതെങ്ങനെ സംഭവിച്ചേ, ഒക്കെ എന്താ പറ്റി ഏതെങ്കിലും ചോദിക്കില്ലേ. ആ ഒരു രീതിയിലാണ്. അപ്പോ ഹൗ കം യു ഗോട്ട് ഇറ്റ്, അയ്യോ ഇതെങ്ങനെ കിട്ടി, നിനക്കത് എങ്ങനെ കിട്ടി, നിനക്ക് അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കില്ലേ. ആ ഒരു ഹൗ കം യു ഗോട്ട് ഇറ്റ്, നിനക്കത് എങ്ങനെ കിട്ടി, എങ്ങനെ സംഭവിച്ചു. How come you got it? Like, how come you got this? How come you got first prize? Okay, how come you got first prize in your match? ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നിനക്ക് എങ്ങനെ ഈ മാച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇതെങ്ങനെ സംഭവിച്ചു, ആ ഒരു മീനിങ് ആണേ. ഇനി how come she lost her money? How come she lost her money? നമുക്ക് എങ്ങനെ അവരുടെ പൈസ എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു, എങ്ങനെ സംഭവിച്ചേ. How come she lost her money? How come she lost her money? Next, how come they rejected? How come they rejected it? How come they rejected it? അതെങ്ങനെയാ അവരെങ്ങനെയാ അതെന്താ റിജക്ട് ചെയ്ത്, അതെങ്ങനെ സംഭവിച്ചു. ഇവിടെ ഹാപ്പൻ എന്നൊരു വേർഡ് ഇല്ലാണ്ടോ, പക്ഷെ അതിന് മീനിങ് വരുന്നത് ഇങ്ങനെയാണ്. ഹാപ്പൻ ആണ് ശരിക്കും സംഭവിക്കുക എന്നൊരു വേർഡ് വരാം, പക്ഷെ എക്സ്പ്രഷനില് ആ വേർഡ് ഇല്ലെങ്കിലും മീനിങ് എങ്ങനെയാ വരാം കേട്ടോ. മണി കേട്ടു, പിന്നെയുള്ള ഹൗക്കം കേട്ടില്ല. How come she lost her money? അത് കേട്ട്, അടുത്ത കേൾക്കാത്ത. ഏതോ മിസ്സേ ലാസ്റ്റത്തെ കേട്ടില്ല. മണി കഴിഞ്ഞുള്ള ലാസ്റ്റ്. Okay, how come they rejected it? How come they rejected it? അത് എങ്ങനെ അവര് അത് റിജക്ട് ചെയ്തു, അതെങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് റിജക്റ്റഡ് it. How come they rejected it? ഇനി നെക്സ്റ്റ് will have to or shall have to. Will or shall have to. So will have to എന്ന് പറയാം, shall have to എന്ന് പറയാം. Will or shall have to. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. നമ്മൾ ഹാവ് ടു പലതും പറഞ്ഞു, അതിൽ ഫ്യൂച്ചർ ആണ്. പ്രസന്റും പറഞ്ഞു, പാസ്റ്റും പറഞ്ഞു, ഇനി ഫ്യൂച്ചർ ആണ് അല്ലെ. അപ്പോ will have to or shall have to. Will or shall have to. സ്ട്രക്ചർ സെയിം ആണ്. സബ്ജക്ട് പ്ലസ് will or shall have to പ്ലസ് V1. സബ്ജക്ട് പ്ലസ് will or shall have to പ്ലസ് V1. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to work hard. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to study a lot. അല്ലെങ്കിൽ you will have to study well. മാം സ്ട്രക്ചർ ഒന്നും കൂടെ പറയോ? Subject plus will or shall have to plus V1. Will അല്ലെങ്കിൽ shall അതിന്റെ കൂടെ have to. Have ആണേ have. Subject plus will or have plus will or shall have to plus V1. Subject plus will or shall have to plus V1. ഇവിടെ നമ്മൾ will യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വില്ലും ഷാലും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ വരാം എന്ന് പറയാം. എടാ നീ നാളെ ഇവിടെ ഇപ്പം വരുമോ എന്ന് ചോദിച്ചാൽ അടാ ഞാൻ വരാം, അല്ലെങ്കിൽ എടാ ഞാൻ വരും. ഈ ഞാൻ വരാം ഞാൻ വരും എന്നുള്ള രണ്ടും വ്യത്യാസം എന്താ? ഞാൻ വരാം എന്ന് പറയുമ്പോ അതിന് ഉറപ്പുണ്ട്. അല്ല 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 ഞാൻ വരും എന്ന് പറയണതിന് ഉറപ്പുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും വരും എന്ന് ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ വില്ലായിരിക്കണം.
വരാമെന്ന് പറഞ്ഞതിന് ഉറപ്പില്ല. അപ്പൊ ഒരു ഷാലായിരിക്കണം. അപ്പൊ കൂടുതലും നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത് ഐക്കാണ്, ഞാനാണ്, ഐ അല്ലെ, ഐ വിൽ കം അല്ലെങ്കിൽ ഐ ഷാൽ കം അല്ലെ. ഞാൻ വരാൻ അല്ലെങ്കിൽ ഞാൻ വരും പറയും. അവൻ വരാം എന്ന് പറയും, അവൻ വരാം. ഈ ഷാൽ കം എന്ന് പറയും, അവൻ വരാം. ഇല്ല അല്ലെ, അവൾ വരാം, ഷീ വിൽ കം, ഷീ ഷാൽ കം അറിയോ? ഇല്ല, നമ്മള് അവൾ വരും, അവൻ വരും എന്നൊക്കെയാണ് പറയാ. നമ്മൾ ഈ ഷീറ്റിന്റെ കൂടെ നമ്മള് കൂടുതലും വില്ലാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഷാൽ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്, പക്ഷെ മോസ്റ്റ്ലി നമ്മൾ വില്ലാണ് യൂസ് ചെയ്യാം. ഷാല് പൊതുവെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഷാല് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വില്ല് തന്നെ യൂസ് ചെയ്യണം, വില്ല് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് പറയാം, യു വിൽ ഹാവ് ടു സ്റ്റഡി വെൽ പറയാം, യു വിൽ ഹാവ് ടു ഗോ ദേർ എന്ന് പറയാം. എന്താണ്, നീ അവിടെ പോകേണ്ടതായി വന്നേക്കാം, നീ നന്നായിട്ട് പഠിക്കേണ്ടതായി വന്നേക്കാം, നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം എന്നൊക്കെ പറയാം. സബ്ജക്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് വില്ല് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? മിസ് ആരോ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ യു വിൽ ഇനി ഡിസ്റ്റർബൻസ് വരില്ല കേട്ടോ. അപ്പോ യു വില് സബ്ജക്ട് ഏതാണെങ്കിലും നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അതിനുശേഷം ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. പറഞ്ഞല്ലോ, എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, എക്സാമ്പിൾസ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇനി യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഒന്ന് പറഞ്ഞേക്കുന്ന എല്ലാവരും. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. പറയൂ. ഇവിടെ ഡിഡും ഡു ഡസ് ഒന്നുമില്ല. വില്ല് നെഗറ്റീവ് ആക്കിയാൽ മാത്രം മതി. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോ യു വോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്നാ പറയാം. യു വോണ്ട്, വിൽ നോട്ടിന്റെ ഷോർട്ട് ആണ് വോണ്ട്. ഓക്കെ മാം, വി വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? വി വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരിക? അയ്യോ കേൾക്കുന്നില്ല, വോയിസ് ഭയങ്കര കുറവാണ്. വി വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ വി വിൽ ഹാവിങ്ങോ? നവ്യ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് വിൽ ഹാവ് ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഹാവിന് നമുക്ക് വേറൊന്നും ചേഞ്ച് ആക്കാൻ പറ്റില്ല. ഹാവിങ്ങോ, വി വിൽ ഹാവ് ഇറ്റ് ടു മീൻ, ഹാവ് ഇറ്റ് മീൻ, വി വിൽ ഹാവ് ഇറ്റ് ടു മീനോ? എന്താ ഉദ്ദേശം എന്താണ്? മീൻ അത് മനസ്സിലാക്കേണ്ടതായി വന്നേക്കാം എന്നാണോ? വി വിൽ ഹാവ് ടു അല്ലല്ലോ, വി വിൽ ഹാവ് ടു. നവ്യ എനിക്കത് മനസ്സിലായത്, എന്തോ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്. വി വിൽ ഹാവ് ഇറ്റ് മനസ്സിലായത് നവ്യ? നിങ്ങളൊന്ന് പറയണേ. അപ്പോ ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് യു വോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്നാണ്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം. വില്ലിന്റെ നെഗറ്റീവ് ആണ് വിൽ നോട്ട്, അതിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. യു വോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ്. ഇനി അത് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ സിമ്പിൾ ആണ്. യു വിൽ ആണെങ്കിൽ വിൽ യു ചോദിക്കാം, വിൽ യു മാരി മീ ചോദിക്കില്ല, ഇത് ക്വസ്റ്റ്യൻ അല്ലേ? അതുപോലെ തന്നെയാണ്. വിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്,
Will you have to work hard? അത് നെഗറ്റീവ് എന്താ? What do you have to work hard? Don't you have to work hard? You will have to work hard. You won't have to work hard. Will you have to work hard? Won't you have to work hard? Okay? Is it clear or not? മിസ്സേ ഞാൻ ഇത് പറഞ്ഞോട്ടെ. You will have to work hard. You won't have to work hard. Will you have to work hard? Won't you have to work hard? Yeah, correct. Okay. ഇനി ഒരു എക്സ്പ്രഷൻ കൂടെ ഇപ്പോൾ. Supposed to. Supposed to. Supposed to. Supposed to എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്നാണ് മീനിങ് വരാം. ഉദ്ദേശിക്കുന്നത്. Supposed to ഉദ്ദേശിക്കുന്നത്. What are you supposed to hear? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? What are you supposed to hear? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? What are you supposed to hear? അവിടെ supposed to എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ എന്താണ്? Question word ആവശ്യമാണ്. Question word ഏതെങ്കിലും ഒരു question word വേണം. Then ഒരു auxiliary വേണം. Question ചോദിക്കുമ്പോൾ auxiliary first വരുമല്ലോ, അല്ലെ? Question ചോദിക്കുമ്പോൾ ഒന്നും കൂടെ പറയോ? നന്നായിട്ട് പറയൂ. മാം ഒന്നും കൂടെ പറയാവോ? കേൾക്കാവോ? കേൾക്കാം. Supposed to. Supposed to mean ഉദ്ദേശിക്കുന്നത്. Supposed to എന്ന് മാത്രം പോരാ നമുക്ക്. കാരണം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാം. ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് വേണം ഏതെങ്കിലും. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോ വാട്ട്, വെൻ, വിച്ച്, ഹു, ഹൗ ഇതൊക്കെ പറയുമ്പോ എല്ലാം ക്വസ്റ്റ്യൻ വേർഡാണ്. വൈ, അല്ലെ? അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ വേർഡ് കാണാം. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഓക്സിലറീസ് ആണ് ഫസ്റ്റ് വരാം. അതായത് ഹീസ്, ആം, ആർ ഇതൊക്കെ പറയുന്ന ഓക്സിലറീസ് ആണ് ഫസ്റ്റ് വരേണ്ടത് പ്രസന്റ് ടെൻസിൽ. ഓക്കെ, ദെൻ ആണ് സബ്ജക്ട് വരാം. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറീസ് പ്ലസ് സബ്ജക്ട് പ്ലസ് സപ്പോസ് ടു ഇങ്ങനെയാണ് വരാം. ദെൻ നമ്മൾ പറയണം എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് സപ്പോസ് ടു എന്നതിന് ശേഷമാണ് എന്താണ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ വരേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി, അതായത് ഏത് ഓക്സിലറി മീൻ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അങ്ങനെ, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഓക്സിലറീസ്, ഏത് ഓക്സിലറീസ് ആവാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ അവിടെ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ വേണം ഓക്സിലറീസ് വരാൻ. കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ അവിടെ കഴിഞ്ഞുപോയ കാര്യത്തിലാണെങ്കിൽ പാസ്റ്റ് ടെൻസിലെ ഓക്സിലറീസ് ആ വരാം. പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടാണെങ്കിൽ അവിടെ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്ത ഓക്സിലറീസ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോ സ്ട്രക്ചർ വരാം ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് auxiliaries plus subject plus supposed to എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിള്, what are you supposed to hear? What are you supposed to hear? What are you supposed to hear? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? What are you supposed to hear? What when is he supposed to come here? When is he supposed to come here? When is he supposed to come here? അവൻ എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത്? അവൻ എപ്പോഴാണ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്? When is he supposed to come here? അവൻ എപ്പോഴാണ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്? When is he supposed to come here? How are they supposed to conduct? മിസ്സേ when he is ആണ്. he കഴിഞ്ഞിട്ടാണോ is? when is he ആണ്. ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, when is he supposed to come here? സ്റ്റഡി ലീവ് കിട്ടുമോ? In next term, how are they supposed to conduct it? How are they supposed to conduct it?
How are they supposed to conduct it? How are they supposed to conduct it? അവരെങ്ങനെയാണ് പരിപാടി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോ പ്രസന്റ് ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് വരും, പാസ്റ്റ് ആണെങ്കിൽ അവർ ഉദ്ദേശിച്ചത് എന്ന് വരും. ഉദ്ദേശിച്ചത്. അപ്പോ വാട്ട് ആർ യു എന്ന് പറയുമ്പോൾ എന്താ? What were you supposed to hear? What were you supposed to hear? അവരോട് എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത്? ആ ഒരു പാസ്റ്റിലെ മീനിങ് വരുമ്പോൾ നിങ്ങളെ ഓക്സിലറീസ് മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോ ഇതുവരെ പറഞ്ഞ എല്ലാ എക്സ്പ്രഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആണോ? Miss, last sentence. How are they supposed to conduct it? It. It. എന്തെങ്കിലും അവിടെ കണ്ടക്ട് ദിസ് പ്രോഗ്രാം എന്നോ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് അവർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? How are they supposed to conduct this program? ഈ പ്രോഗ്രാം അവർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു മീനിങ് വരും. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്ന് പറയാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സ്പ്രഷൻസ് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്തോ? എക്സാമ്പിൾസ് മേക്ക് ചെയ്തോ? മേക്ക് ചെയ്തിരുന്നോ? മിസ്, ഞാൻ വായിച്ചു, മേക്ക് ചെയ്തിട്ടില്ല. ഞാൻ ശനി ഞായറും എന്തായാലും ചെയ്യും. എനിക്കിത് പഠിക്കണം. മിസ്സിന്റെ ക്ലാസ് എനിക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് 2 ക്ലാസ്സും കേൾക്കണം. ചില പോയിന്റ് ഞാൻ എഴുതാതെ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് എടുക്കുന്നത്? അപ്പൊ നമ്മൾക്ക് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും തിരുത്താൻ പറ്റും. പിന്നീട് കേൾക്കുമ്പോ അത് കൂടുതൽ കിട്ടും നമുക്ക്. അതാണ് ഞാൻ കാണാറുണ്ട്. ക്ലാസ് ഞാൻ കാണാറില്ല. ഓക്കെ. അപ്പോ വേറെ ഡൗട്ടും കാര്യങ്ങളും റോസമ്മ എന്താ ചോദിക്കുന്നത്? റോസമ്മ സോറി റിയ, ഇനി സ്റ്റഡി ലീവ് കിട്ടുമോ? ഇനി സ്റ്റഡി ലീവോ? എന്തിനാണ് ഇനി സ്റ്റഡി ലീവ്? എക്സാമിനാണോ? ചാപ്റ്റർ പഠിച്ചു അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചോ, സാറിന് നമ്പർ ഉണ്ടല്ലോ, ഓഫീസിൽ വിളിച്ചോ ചോദിക്കാം. ഓക്കെ. എനിക്ക് മോഡ്യൂൾ 4 കുറച്ച് ചാപ്റ്റർ എന്തോ? മോഡ്യൂൾ 4 കുറച്ച് ചാപ്റ്റർ ഇങ്ങനെ പഠിക്കാൻ എനിക്ക്. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെ ഉണ്ടോ ഈ എക്സിബിഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ ഞാൻ പറഞ്ഞ ബുക്ക് ആരെങ്കിലും വായിച്ചോ? ഒരു ന്യൂ ഇയർ ആയിട്ട് റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞിരുന്നു, ചെയ്തിരുന്നു ആരെങ്കിലും? റിയ വായിച്ചു, ബാക്കി ആരൊന്നും ചെയ്തില്ല? ഇല്ല. എന്തോ? ഞാൻ മിസ് തന്ന നോട്ട് വായിച്ചു, ഞാൻ എഴുതിയെടുത്ത വേർഡ്സ് വായിച്ചു, പിന്നെ പഠിപ്പിക്കാൻ മിസ്സുമാര് തന്നത് വായിച്ചു. വായിച്ചു അല്ലേ? നല്ല കാര്യം, വായിച്ചല്ലോ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. You have to work hard. അതേ പറയാനുള്ളൂ. You have to work hard. You will have to work hard. Sorry, you will learn that. You have to work hard. എന്തോ? കുക്കിംഗ് ആണേലും ശീലിച്ചാ പഠിക്കുന്നത്. സോ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. നിങ്ങൾ എന്തായാലും ചെയ്യില്ല, ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യില്ല. സോ നമുക്ക് ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചിട്ട് പോകും. അതിനെ കുറിച്ച് ബെറ്റർ. എല്ലാവരും സെന്റൻസ് മേക്ക് ചെയ്യും.
എക്സ്പ്രഷൻസ് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യും. നിങ്ങൾക്ക് തോന്നാം ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് നിങ്ങളുടെ എക്സാമ്പിൾസ് ആണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും മിസ് ഇന്നത്തെ ആണോ അല്ലെ ഇന്നലെ എടുത്ത മുതലാണോ? എല്ലാവരും, കാരണം നിങ്ങള് ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. സോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ പഠിച്ചിട്ട് പോവാം. നല്ലത് എല്ലാവരും തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. നവ്യ എക്സാമ്പിൾസ് പറയണം കേട്ടോ, പറയണം, എനിക്ക് കേൾക്കണം. ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങള് ഒരു മലയാളത്തില് എന്തെങ്കിലും പറഞ്ഞു നോക്കി. ഇപ്പൊ പഠിച്ച എല്ലാ എക്സ്പ്രഷനും നമുക്ക് മലയാളത്തിൽ പറയാവുന്നതാണ് അല്ലെ? ഓരോ എക്സ്പ്രഷൻ വെച്ചിട്ട് എന്താണ് നമുക്കൊരു സ്റ്റോറി പോലെ ചെയ്ത് ഞാൻ പറയുന്നത് പോലെ അല്ലെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇങ്ങനെ ചോദിക്കും, മലയാളം ഞാൻ പറയാം, നിങ്ങൾ മലയാളം എഴുതില്ലേ? ദയവായി ഒന്ന് ആ ഡോർ ഓപ്പൺ ചെയ്ത് തരാമോ? ദയവായി ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ? ദയവായി ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ? അത് ഒരെണ്ണം സ്റ്റോറി പോലെ എങ്ങനെയുള്ള കേട്ടോ. ഒരു കണക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ ഞാൻ നോക്കുന്നത് ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. പറയുമ്പോൾ ഒരു കണക്ഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ, മാക്സിമം ഞാൻ നോക്കാം അത് ചെയ്യാൻ. ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാവോ? ഓക്കെ, നെക്സ്റ്റ്. ഞാനിപ്പോ ഡോർ ഓപ്പൺ ചെയ്ത് എന്താ സംഭവിക്കുക? ഞാനിപ്പോ ആ ഡോർ ഓപ്പൺ ചെയ്ത് എന്താ സംഭവിക്കുക? ഞാൻ ഇപ്പൊ ആ ഡോറ് ഓപ്പൺ ചെയ്താല് എന്താ സംഭവിക്കുക? നീ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നീ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നീ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നീ എവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ആ ഒരു വേർഡ് ഉണ്ട്, പെർട്ടിക്കുലർ വേർഡ് ഉണ്ട്. നീ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ നീ എന്നെ നോക്കേണ്ട ആവശ്യമില്ല, നീ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വരും. ആ സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, മാം ഒന്നിന്റെ ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞുതരുമോ? എന്തോ? അതായത് ഈ തരാവുന്ന എന്താ ഇംഗ്ലീഷ് വരുവാ? കേൾക്കുന്നില്ലല്ലോ എനിക്ക്. അതോടൊന്ന് പറഞ്ഞേ. തരാവോന്ന് ചോദിച്ചില്ലേ ക്വസ്റ്റ്യൻ, അതിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാ വരാറ്? നവ്യയുടെ സൗണ്ട് ചില സമയത്ത് ഇങ്ങനെ കുറയും, പെട്ടെന്ന് കൂടും. മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നതെന്ന്. ഒരു കാര്യം ടെക്സ്റ്റ് ചെയ്യും.
ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. തരാവോ? തരാവോ? ഓപ്പൺ ചെയ്ത് തരാവോ എന്നാണല്ലേ? ആ ഓക്കെ, അത് എക്സ്പ്രഷനിലുണ്ട്. എക്സ്പ്രഷൻ പഠിച്ചാലും കിട്ടും. ഓക്കെ, അത് സെപ്പറേറ്റ് ആ ഒരു വേർഡ് വേണ്ട നവ്യ. അതിലൊരു എക്സ്പ്രഷൻ തന്നെ ഉണ്ട്. ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമുക്ക് ആ വേർഡിന്റെ ആവശ്യം വരില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങള് അവനെ കാണാൻ എപ്പോഴും പോകുമായിരുന്നു. ഞങ്ങള് അവനെ കാണാൻ എപ്പോഴും പോകുമായിരുന്നു. ഞങ്ങൾ അവനെ കാണാൻ എപ്പോഴും പോകുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ അവനെ കാണാൻ പോകുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും അവന്റെ വീട്ടിൽ പോകുമായിരുന്നു എന്ന് മതി. എന്തായാലും മതി. ഞങ്ങൾ എല്ലാ ദിവസവും അവന്റെ വീട്ടിൽ പോകുമായിരുന്നു. അതൊരു ശീലമായിരുന്നു. എല്ലാ ദിവസവും അവന്റെ വീട്ടിൽ പോകുന്നത് ഞങ്ങളൊരു ശീലമായിരുന്നു. ആ ഒരു രീതിയാണേ. നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? ഈ ഹാർഡ് ബെറ്ററിന്റെ അർത്ഥം എന്ന് പറയാ? ഞാൻ പറയാട്ടോ. നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? നെക്സ്റ്റ്, ഞാൻ ഓഫീസിലോട്ട് പോവാണ്. അല്ലെങ്കിൽ അവൾ ഓഫീസിലോട്ട് പോവാണ്. അവൾ ഓഫീസിലേക്ക് പോവാണ്. അവൾ ഓഫീസിലേക്ക് പോവാണ്. അവൾ ഓഫീസിലേക്ക് പോവാണ്. അവൾ ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. അവൾ ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. അവള് ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ ഹാർഡ് ബെറ്റർ ആണോ ഉപയോഗിക്കുന്നത്? ഷീ ഹാഡ് ബെറ്റർ ടു ഗോ ഫാർ അവേ എന്ന്. അറിയാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവൾ ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.
നിനക്കത് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിനക്ക് അത് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിനക്ക് അതോർത്ത് പശ്ചാത്തപിക്കേണ്ടതേ വന്നേക്കാം. പശ്ചാത്തപിക്കേണ്ടതേ വന്നേക്കാം. നിനക്ക് അതോർത്ത് പശ്ചാത്തപിക്കേണ്ടതായി വന്നേക്കാം. പശ്ചാത്തപിക്കാൻ ഇംഗ്ലീഷ് വാക്ക് ഖേദിക്കേണ്ടതായി വന്നേക്കാം. നിനക്ക് അതോർത്ത് ഖേദിക്കേണ്ടതായി വന്നേക്കാം. ഖേദിക്കുക, ഖേദിക്കുക, ദുഃഖിക്കുക, എന്തെങ്കിലൊക്കെ ആവട്ടെ കേട്ടോ. നിനക്ക് അതോർത്ത് ദുഃഖിക്കേണ്ടതായി വന്നേക്കാം. എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ മതി. എന്തോ റിഗ്രറ്റ് വാക്കാണോ എഴുതണ്ടേ? അറിയാ ക്ലിയർ ആവുന്നില്ല. ഞാൻ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാവേ. എഴുതിയാൽ മതിയോ? അതെ 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 റിയ. യെസ്. ഓക്കെ, ഇത്രയും എഴുതും. വല്ല കണക്ഷൻ ഉണ്ടോ വായിച്ചിട്ട്? എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. എഴുതിയെടുത്തിട്ടില്ല എല്ലാവരും. പിന്നീട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എഴുതിയോ പിൻഷ? എഴുതി മിസ്സേ. ഒന്ന് വായിക്കോ? ഇരുന്നത് കേൾക്കാനാ. അയ്യോ, ഇംഗ്ലീഷിൽ എഴുതിയാന്നാണോ? ഇല്ലല്ല, മലയാളം വായിച്ചേ. ഇംഗ്ലീഷിൽ ഞാനാകെ ഇപ്പൊ 1, 2, 3 എഴുതിയിട്ടുള്ളൂ. ആദ്യം മുതൽ പറയാവേ. ദയവായി ഡോർ ഓപ്പൺ ചെയ്ത് തരാവോ? ഞാനിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്താൽ എന്താ സംഭവിക്കുക? നീ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിസ് ഒരെണ്ണം കൂടെ അതിന്റെ കൂടെ പറഞ്ഞ്, എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത് ഒരു ശീലമായിരുന്നു. ആണോ? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? അവൾ ഓഫീസിലേക്ക് പോവാണ്. അവൾ ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നിനക്ക് അത് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിനക്ക് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും, ഏതാണെങ്കിലും. ഇതെല്ലാം എഴുതേണ്ടത് ഇപ്പോ നിങ്ങൾ നിലവിൽ പഠിച്ച എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, നോക്കി എഴുതണ്ട. നോക്കാണ്ട് എഴുതി വെക്കുക. കിട്ടുന്നുണ്ടോ എനിക്ക്? പറഞ്ഞോട്ടെ. പറയൂ. Would you please open the door? പറയില്ലേ ഇപ്പൊ പറയില്ലേ? റിയ 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 എല്ലാവരും എഴുതിട്ട് റിയ. ഓക്കെ, എല്ലാവരും എഴുതിയതിനു ശേഷം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ റിയ പറയുന്ന പോലെ അവർ എഴുതില്ലേ? ആദ്യം പറയണം.
കഴിഞ്ഞോ? റിയയുടെ കഴിഞ്ഞു, ബാക്കി ആരും കഴിഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടെ. അറിയില്ലേ? എല്ലാവരും കഴിഞ്ഞെന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞെങ്കിൽ പറയാം. പറഞ്ഞോട്ടെ. ദിൻഷ, നവ്യ, ഔസേപ്പാനെങ്കിൽ കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞിട്ടില്ല മിസ്സേ. ഓക്കെ. പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയേണ്ടി വരും. ഓക്കെ. ഓക്കെ, റിയ ഒന്ന് പറഞ്ഞോളൂ. Would you please open the door? What would happen if I open the door? It may be better if you go there. My master, you needn't worry about. We used to go to see him always in all days. Where would you like to go? I am going to office. She is going to office. She has to go far away. Why doesn't he drop her there? Why should you tell him that? Why couldn't you do it? You will have to regret for it later. പറഞ്ഞു. ഓക്കെ. ഓക്കെ, നവ്യ കഴിഞ്ഞോ? No, കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. ദിൻഷ കഴിഞ്ഞോ? മിസ്സേ 1 2 3 4 5 ഞാൻ 5 എണ്ണം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് വായിക്കൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Would you please open that door? What if I open the door? You had better to go there. You don't interfere in myself. You don't worry about me. അത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. You don't worry about me. ആവശ്യമില്ല. You needn't എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് അവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. മിസ് അത് പഠിപ്പിച്ചായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും. സോറി. ഇതെല്ലാം ഞാൻ ഈ പഠിപ്പിച്ച എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യണം. You needn't worry about me എന്നാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളത് മാക്സിമം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you all. Yeah, see you on the next class. Thank you. Thank you. Thank you.